ഹലോ ഗായ്സ്, വെൽക്കം ടു അവർ ചാനൽ സിംഗിൾ മല്ലൂസ്. ഞാൻ പറയട്ടെ, ഇത് ഇന്നലെ വന്നതാണ് കേട്ടോ. 25 സബ്സ്ക്രൈബർ ആയതിൻ്റെ ഇത് ഒരു അച്ചീവ്മെൻ്റൊക്കെ ആയിട്ട് കാണിച്ചിട്ട് യൂട്യൂബറിന് തന്നൊരു സംഭവമാണ്. ഇത് ഇത്ര ആനക്കാരിയൊന്നുമില്ല, പക്ഷേ ഇതിനകത്ത് ആനക്കാരിയാണെന്ന് പറയാൻ കാരണം എന്താ അറിയോ, ഇതിനകത്ത് ഈ കാണിച്ചിരിക്കുന്ന ഈ 25 പേരും ആരും എൻ്റെ ഫ്രണ്ട്സോ കോളേജ് മേറ്റ്സോ സ്കൂൾ ഫ്രണ്ട്സോ ഫാമിലി മെമ്പേഴ്സോ ആരുമില്ല. അപ്പോൾ ഇതെല്ലാം പുറത്തുനിന്നുള്ള ആൾക്കാരാണ്. അതാണ് ഇതിൻ്റെ ഏറ്റവും വലിയ അച്ചീവ്മെൻറ്റ്. അപ്പോൾ ഞാനത് ജസ്റ്റ് ഒന്ന് കാണിച്ചെന്നുള്ളൂ. ഇപ്പോൾ വീഡിയോ എടുക്കുമ്പോൾ 25 ആൾ, ഇപ്പോൾ 33-34 പേരെന്തോ ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ താങ്ക്സ് ടു ഓൾ. പിന്നെ ഈ വീഡിയോ എൻ്റെ അക്കോമഡേഷനെ കുറിച്ച് പറയാൻ വേണ്ടിയിട്ടുള്ള വീഡിയോ ആണ്. അക്കോമഡേഷൻ എന്ന് വെച്ചിട്ട് ഈ ഒരു ഫോട്ടോ കാണിച്ചാൽ എല്ലാവർക്കും ചെറിയ സംശയം ഉണ്ടോ? ഇതല്ല എൻ്റെ അക്കോമഡേഷൻ എന്ന് നിങ്ങൾക്കറിയാം. അക്കോമഡേഷൻ ഒന്ന് കാണാം. ഇതാണ് കേട്ടോ നമ്മുടെ അക്കോമഡേഷൻ്റെ ബിൽഡിങ്. ഈ ബിൽഡിങ്ങിൻ്റെ താഴെ ഒരു ബാർബർ ഷോപ്പും പിന്നെ ഒരു ചെറിയൊരു ഫുഡ് സ്റ്റഫും ഉണ്ട്. അപ്പുറം കാണാൻ ഫുഡ് സ്റ്റഫ്. ഓക്കെ, എന്താ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇതിനകത്ത് നമ്മൾ ഇപ്പോൾ ഒരു വിസയിൽ വരുമ്പോൾ ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് വേണമല്ലോ താമസിക്കാൻ. കാരണം ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് താമസിക്കുന്ന ഒരു വീടാണല്ലോ. ഇതിനകത്ത് മലയാളികളുണ്ട്, ബംഗാളികളുണ്ട്, എരപ്പാളികളുണ്ട്, എല്ലാം ഉണ്ട്. ഇപ്പോൾ പാകിസ്ഥാനികളുണ്ട്. പിന്നെ ഈ സ്റ്റെപ്പ് കയറുന്ന സമയം കൊണ്ട് മറ്റേ ലൈക്ക് ചെയ്യുന്നവർക്ക് ലൈക്ക് ചെയ്യട്ടോ. സബ്സ്ക്രൈബ് ചെയ്യാനൊക്കെ സമയമുണ്ട്. എല്ലാവർക്കും അതിനുള്ള അവസരവും സമയവും കൊടുക്കുന്നുണ്ട്. ഒരു ബെൽ ബട്ടൺ ഒരു സാധനം കിടന്ന് ആടുന്നുണ്ടോ, അതാണ് ബെൽ ബട്ടൺ. അതൊക്കെ കുത്തി ഓണാക്കാം. ഇതേ നമ്മളുടെ പാലസിലേക്ക് കയറുകയാണ്. ഓക്കെ, ഇതാണ് നമ്മുടെ പാലസ്. വാച്ച് ആൻഡ് എൻജോയ്. സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കേട്ടോ, കാരണം ഞാൻ പറഞ്ഞേക്കാം. ജസ്റ്റ് ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് ബഹ്റിനിൽ എങ്ങനെ താമസിക്കാം എന്നുള്ളതിൻ്റെ ഒരു വീഡിയോ കാണിക്കുന്നേ ഉള്ളൂ. ഇതിനകത്ത് രാത്രിയൊക്കെ നടന്നു പോകുമ്പോൾ ലൈറ്റ് ഇട്ട് മൊബൈലിൽ ടോർച്ചിട്ട് നടന്നു പോയില്ല എന്നുണ്ടെങ്കിൽ ആൾക്കാരെ നെഞ്ചത്ത് ചവിട്ടിയിട്ട് കൊണ്ടിട്ട് കയറി പോകാൻ, അത് വേറെ വിഷയം. ടോയ്ലറ്റ് ഇത്, അതാണ് ഒരു കിച്ചൺ. ഞങ്ങളെല്ലാവരും നല്ല ഒത്തുവരുമ്പലാട്ടോ പോണേ. നേരം വെളുത്ത് 6 മണിയാകുമ്പോൾ കേൾക്കാം ഈ 8 പേർ കൂടി ഒരൊറ്റ ടോയ്ലറ്റ് ഉള്ളൂ. 6 മണി ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ എല്ലാവരും സത്യാഗ്രഹമായിരിക്കും ടോയ്ലറ്റിൻ്റെ മുമ്പിൽ. ഇതിൽ എൻ്റെ റൂമാണ് കേട്ടോ. എൻ്റെ റൂമിൽ 4 ബെഡുകളാണ്, 4 ബെഡ് സ്പേസാണ്. അതിൽ ഏറ്റവും വിരിച്ചിടാത്തതും വൃത്തിഹീനവുമായി കിടക്കുന്ന ഒരു ബെഡാണ് കേട്ടോ എൻ്റെ ബെഡ്. അത് വീഡിയോയ്ക്ക് വേണ്ടിയിട്ട് എടുത്തിട്ടേക്കണ ബെഡല്ല. വീഡിയോ എടുക്കുന്നതിന് മുമ്പൊന്ന് വിരിച്ചിട്ടാന്ന് വിചാരിച്ചു. പിന്നെ ഓർത്ത് വേണ്ട, ഏതായാലും ഡോറൊക്കെ തുറന്ന് അകത്തോട്ട് കയറാമല്ലോ. എൻ്റെ കണ്ടീഷൻ എങ്ങനെയാണ്, അങ്ങനെ തന്നെ കിടക്കട്ടെ എന്ന് വിചാരിച്ചു.